നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നാളെ രാജ്യവ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദിന് SFI ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. സ്കൂൾ തലത്തിലും അതോടൊപ്പം തന്നെ കോളേജ് തലങ്ങളിലും പഠിപ്പുമുടക്ക് ഒരുപക്ഷെ ബാധിച്ചേക്കാം. സ്കൂൾ തലം എന്നുള്ളത് ചിലപ്പോൾ ഹൈസ്കൂൾ തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ബാധിക്കുക. പ്രത്യേകിച്ച് ടൗണിനോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും ഇത്തരത്തിൽ പ്രതിഷേധം എത്തിച്ചേരുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠിപ്പുമുടക്ക് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നത്. കോളേജ് തലങ്ങളിൽ ഒരുപക്ഷെ ഇത് പൂർണ്ണമായിട്ട് തന്നെ ഈ ഒരു പഠിപ്പുമുടക്ക് ബാധിക്കാനും സാഹചര്യമുണ്ട്. എന്നാൽ സർക്കാർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്കോ അതോടൊപ്പം തന്നെ മറ്റ് അഭിമുഖങ്ങൾക്കോ ഒന്നും തന്നെ മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പഠിപ്പുമുടക്ക് SFI ആഹ്വാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുൻകൂറായിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിളിച്ച് അധ്യാപകരുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മാനേജ്മെൻറ്റുമൊക്കെ ആയിട്ട് സംസാരിച്ച് അധ്യയനമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. നിലവിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ഈ പഠിപ്പുമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളും മറ്റ് പാർട്ടികളുമെല്ലാം തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടായ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് SFIയുടെ രാജ്യവ്യാപക വിദ്യാഭ്യാസ ബന്ദിൻ്റെ ആഹ്വാനം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ശ്രദ്ധിക്കുക. നമ്മളുടെ ആധാർ കാർഡുകൾ കൃത്യമായിട്ട് സമർപ്പിച്ചാണ് നമ്മൾ ഈ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത്. ചിലരുടെ ആധാർ കാർഡുകൾ ബയോമെട്രിക് സംവിധാനത്തിൽ, അതായത് ബയോമെട്രിക് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് പരാജയപ്പെടുന്നുണ്ട്. പഴയ ആധാർ കാർഡുകൾ ആയതുകൊണ്ട് തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മസ്റ്ററിങ് പരാജയപ്പെടുന്നത്. ആധാർ പുതുക്കിയ ശേഷം മസ്റ്ററിങ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ 2 മാസത്തോളം സമയം നമ്മളുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യമായ സമയത്തിൽ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമനിധി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുമെല്ലാം തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ ഇളവ് നൽകിയിട്ടുള്ളത് 2026 ജനുവരി 1 ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വയ്ക്കുകയും അത് അപ്രൂവൽ ലഭിക്കുകയുമൊക്കെ ചെയ്തവർക്കാണ്. അങ്ങനെയുള്ളവർ ഇതിപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ 2025 ഡിസംബർ മാസം 31 വരെ പെൻഷന് അപേക്ഷ വയ്ക്കുകയും അത് അപ്രൂവ് ആവുകയും ധനസഹായം കിട്ടിക്കൊണ്ടിരുന്നവരുമെല്ലാം തന്നെ ഈ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോസ്റ്റ് മെഷീനിൽ തകരാറുകളുണ്ടായിരുന്നു. റേഷൻ വിതരണം നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിൽ എത്തിച്ചേർന്ന വളരെ വേഗം തന്നെ ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡാണെങ്കിൽ 3 കിലോയോളം ഗോതമ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ മാസം നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.